ഗൈസ്, നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് വെറും ഒരു കൊട്ടാരമല്ല. ഇറ്റ് ഇസ് ദ ഹൗസ് ഓഫ് നിസാംസ് ഹു യൂസ് ടു റൂൾ വൺ ഓഫ് ദ റിച്ചസ്റ്റ് സ്റ്റേറ്റ്സ് ഇൻ ദ വേൾഡ്. ഇവിടുത്തെ ഓരോ ഷാൻഡലേഴ്സും ഓരോ കോർണേഴ്സും ഓരോ ഫേർണിച്ചേഴ്സും ടെൽ ദ ഗ്ലോറിയസ് ഹിസ്റ്ററി ഓഫ് ഹൈദരാബാദ്. വെൽക്കം ടു ചൗ മെഹ്ല പാലസ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. എത്ര പേർക്ക് അറിയാം, നമുക്ക് മൈസൂരിൽ, ഉദയ്പൂരിൽ, ജയ്പൂരിൽ ഇവിടെയൊക്കെ നല്ല നല്ല പാലസസ് ഉണ്ടെന്ന് അറിയാം. എത്ര പേർക്ക് അറിയാം പാലസസ്, നല്ലൊരു പാലസ്, ബ്യൂട്ടിഫുൾ പാലസ് ഹൈദരാബാദിലുണ്ടെന്ന്. സോ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ ചൗ മെഹ്ല പാലസിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ വിശേഷങ്ങളും, പിന്നെ പാലസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബിരിയാണി കഴിക്കണ്ടേ. അപ്പോൾ മേ ബി ദ ബെസ്റ്റ് എന്താ പറയുന്നത് പാലസ് ഇൻ ഹൈദരാബാദും ദ ബെസ്റ്റ് ബിരിയാണി ഇൻ ഹൈദരാബാദും ആയിരിക്കും ഇന്നത്തെ വ്ളോഗിൻ്റെ കണ്ടന്റ്. സ്കിപ്പ് ചെയ്ത് കാണുക. നല്ല രസമായിട്ടുള്ള നല്ല നല്ല കാഴ്ചകളായിരിക്കും ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. ഇന്ന് എങ്ങോട്ടാ പോകുന്നത്? എന്താ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ പാലസിലാണ്. ഞാൻ പറഞ്ഞാണ് നല്ല മറ്റേ ഈ ഹൈദരാബാദി പാറ്റേണിലുള്ള സൽവാറൊക്കെ ഇടാനൊക്കെ ആയിട്ട്. പ്രിയക്ക് ഈ കഫ്താൻസിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. അപ്പൊ അതിൻ്റെ കൂടെ നിങ്ങൾ പറയുകയും ചെയ്യും ഇത് നല്ല രസമുണ്ടെന്ന്. അതാണ് എന്റെ പ്രശ്നം. ഇത് എവിടുന്നാ? അതല്ല, ഞാൻ പറഞ്ഞ വരുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് പ്രിയ കഫ്താൻസിന്ന് ഇറങ്ങി ക്യാബ് വരും. ഈ പാലസ് ഉണ്ടല്ലോ 5 മണി വരെ ഉള്ളൂ. ഇപ്പൊ സമയം 3 നമ്മൾ 3:30 എത്തും. 1.5 മണിക്കൂറിൽ കവർ ചെയ്യാവുന്നേ ഉള്ളൂ. ഗൈസ്, സോ ദേ നമ്മള് എത്തിയിട്ടുണ്ട്. ഇത് ഭയങ്കര അൺഅസ്യൂമിങ് ആണ്, ബട്ട് ഐ എം വെരി എക്സൈറ്റഡ് ടു സീ. ശരിക്കും ഒരു താജിന്റെ എൻട്രൻസ് പോലെ ഇരിക്കുന്നത് ചൗ മെഹ്ല പാലസ്. ശരിക്കും ഒരു ഹോട്ടൽ പോലെ. സാധാരണ ഉദയ്പൂറും അവിടെ നിന്ന് മൈസൂർ പോലത്തെ ഒരു ഭയങ്കര ഒരു സെപ്പറേറ്റ് ഏരിയ ആയിട്ടല്ല തോന്നുന്നത്. ദിസ് ലുക്സ് മോർ ലൈക്ക് ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പാലസ് പോലെ തന്നെയാണ് തോന്നുന്നത്. ടിക്കറ്റ് വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഇന്ത്യൻസിന് 150 രൂപയാണ് ഒരു അഡൾട്ടിന്, കുട്ടികൾക്ക് 50 രൂപ, ഫോറിനേഴ്സിന് 500 രൂപയാണ്. നന്നായി, അങ്ങനെ വേണം. ഗൈസ്, അപ്പോൾ നമ്മൾ പാലസിലെത്തി. ഞാൻ ചെറിയൊരു ഹിസ്റ്ററി അറിയാം, എന്നാലേ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. സോ ഇത് ആക്ച്വലി നിസാംസിന്റെ ഹൗസ് ആയിരുന്നു. ഇറ്റ്സ് ലൈക്ക് 100 years കണ്ടെടുത്തു ഇത് പണിയാനായിട്ട്. 100 years എടുത്തിട്ടുണ്ട് ഏകദേശം ഈ ബിൽഡിംഗ് പണിയാനായിട്ട്. ആൻഡ് ഓൾമോസ്റ്റ് ലൈക്ക് 1759 കണ്ടാണ് പണി തുടങ്ങിയത്. ആഫ്റ്റർ ദാറ്റ് നിസാംസ് ഇവിടെ റൂൾ ചെയ്തത് വൺ ഓഫ് ദ റിച്ചസ്റ്റ് സ്റ്റേറ്റ്സ് ഇൻ ദ വേൾഡ് ആണെന്നാണ് പറയപ്പെടുന്നത്. ബിക്കോസ് ദാറ്റ് ടൈം ഹൈദരാബാദ് വാസ് സോ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ വാസ് സോ വെൽത്തി. ആൻഡ് ഇവിടെ കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അന്നത്തെ കാലത്ത് 45 acres ഉണ്ടായിരുന്നു ഈ ഒരു ലാൻഡിന്റെ ഏരിയ. അതല്ലാതെ വേറെ ഇവിടുത്തെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട് വിച്ച് ഇസ് സെറ്റ് ടു ബി 250 year old ആൻഡ് ഇറ്റ് ഇസ് സ്റ്റിൽ റണ്ണിങ്. ഇതൊന്നും അല്ലാതെ 19 ഷാൻഡലേഴ്സ് ഉണ്ട്. ഇറ്റ്സ് ഇമ്പോർട്ടഡ് ഫ്രം ബെൽജിയം ആൻഡ് സ്റ്റിൽ ഇറ്റ് ഇസ് ദേർ എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെ കാണാൻ പറ്റുമോ നോക്കാം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ പ്രൗഡ് ഹിസ്റ്ററി ആൻഡ് ലെറ്റ്സ് ഗോ സീ ഇറ്റ് ആൻഡ് എൻജോയ് ഇറ്റ്. അടുത്ത് തന്നെ ഇവിടെ ക്യാൻറ്റീൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ വെള്ളമൊക്കെ നമുക്ക് സുഖമായിട്ട് വാങ്ങാം. സാൻഡ്വിച്ചസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് ഇത് ഫസ്റ്റ് ഓഫ് ആൾ എനിക്ക് അത്രയും ഭയങ്കര വർക്കും ഗ്രാൻഡിയർ ഒന്നും ഇവിടെ തോന്നിക്കുന്നില്ല. ബട്ട് കോറിഡോർസ് ആർ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുന്നത്, ഇറ്റ്സ് ലൈക്ക് ഭയങ്കര പ്ലസന്റ് ആണ്. ഇന്നത്തെ കാലത്ത് ഇത് പണിതാലും അയ്യോ ഇത് ഓവറാന്ന് പറയില്ല അല്ലേ. ഇത് നല്ല മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും ഒബ്വിയസ്ലി. പ്ലേസ് അല്ലേ. നടുക്ക് കണ്ട ഒരു പൂള് പോലെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു പൂള് പോലെ വെച്ചിട്ട് അതിലൊരു ഫൗണ്ടൻ ഒക്കെ വെച്ച് ഇറ്റ്സ് ടു ബ്യൂട്ടിഫുൾ ആൻഡ് ആക്ച്വലി ഫീൽസ് ലൈക്ക് പ്രാക്ടിക്കൽ.
ഇപ്പൊ നമുക്ക് ജയ്പൂരിലെ പാലസിലൊക്കെ താമസിച്ചു കഴിയുമ്പോ ഭയങ്കര ഓവറായിട്ട് തോന്നും, സ്ത്രീയുടെ മേക്കപ്പ് പോലെ. പക്ഷെ ഇത് എന്നെ പോലെ സിമ്പിളാണ്, പക്ഷെ സംഭവം ആ ഡയലോഗ് പറയണ്ട. അപ്പൊ എനിക്ക് ഇങ്ങനൊക്കെ പറയണോ? ഡോസിൽ കൂടെ തന്നെ ഉണ്ടല്ലോ, ദൂരം അറിയോ? പണ്ടത്തെ അവരുടെ സ്വിമ്മിംഗ് പൂളായിരുന്നു. പൂളൊന്നുമല്ല, അത് വേറൊരു ഡെക്കറേഷനാണ്. എന്തോ അത് പണ്ട് പൂളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അവര് ടബിലേ കൊടുക്കുള്ളൂ, പൂളിറങ്ങില്ല. എന്തൊരു സിമെട്രിക്കലാന്ന് കണ്ട, ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സ്ഥലത്തേക്ക് പോകുന്നതും സോ സിമെട്രിക്കൽ. 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഡോർസ് ഒന്നും മാറിയിട്ടില്ല. ഇതൊക്കെ അന്നത്തെ കാലത്തെ കൺസ്ട്രക്ഷൻ ഇപ്പൊ പറയണം. പിന്നെ ഇത് 100 വർഷം അല്ല പറയാ, 120 വർഷം എടുത്തിരിക്കുന്നത് ബിൽഡ് ചെയ്യാൻ. അപ്പൊ 1 സെഞ്ചുറി എടുത്തിട്ടുണ്ട് ഇത് പണിയാനായിട്ട്. ആലോചിച്ച് നോക്ക്. ഞാൻ കേട്ടിരിക്കുന്നതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഇതാ മറ്റേ ആ സ്പെയിനിലെ ചേർച്ച. ഏറ്റവും ടൈം എടുത്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത് 1000 വർഷം കണ്ടേ ഇപ്പോഴും ബിൽഡ് ചെയ്തോണ്ടിരിക്കുക അല്ലേ? സ്പെയിനിലല്ലേ ആ ചേർച്ച? അത് കഴിഞ്ഞിട്ട് കേട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതാ 100 വർഷം എടുത്ത് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഇതൊക്കെ സോൾജേഴ്സിന്റെ റൂംസ് ആയിരിക്കും. ഇതൊക്കെ ഓരോ റൂംസ് ആണ് അല്ലേ? ഇതൊക്കെ പണ്ടത്തെ ഓരോരോ റൂംസ് ആണ്. പക്ഷെ ഇതൊക്കെ ക്ലോസ്ഡ് ആണ്. നമുക്ക് എന്തൊക്കെ അകംഭാഗം കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഇതൊക്കെ പണ്ടത്തെ റൂംസ് ആയിരുന്നു എന്നാണ് ഇവര് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ഷാൻഡിലിയേഴ്സും ഗ്രാൻഡ് ദർബാർ ഹാളും. സോ ഇതായിരുന്നു ഇവരുടെ മെയിൻ ആയിട്ടുള്ള മീറ്റിങ്ങും അല്ലെങ്കിൽ സെറിമോണിയൽ ഫങ്ഷൻസ് ഒക്കെ നടക്കുന്ന ഹാൾ ഇതായിരുന്നു. ബ്യൂട്ടിഫുൾ നോ? എന്താ രാത്രി. ഓ ഇവരുടെ സീലിംഗിന്റെ വർക്ക് കണ്ട പ്രിയ, ഓരോ കോർണേഴ്സും ഓരോ സ്ഥലങ്ങളും എത്ര ചരിത്രം കണ്ടു കാണും. സോ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേസസ്. ഈ കാണുന്ന ത്രോൺ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ആണ് നിസാം ഇരിക്കുന്നത്. തക് ഇ നിഷാൻ എന്നാ പറയുന്നത്. തക് ഇ നിഷാൻ ഇതിന് പറയുന്നത് റോയൽ ത്രോൺ. അപ്പൊ ഇതിലായിരുന്നു അന്ന് നമ്മുടെ നിസാംസ് ഒക്കെ ഇരുന്ന് കോർട്ടിനൊക്കെ അഡ്രസ് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുവായിരുന്നെങ്കിൽ പ്രിയ ഈ തറയിൽ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നേനെ അന്ന്. എങ്ങനെ? അന്നത്തെ കാലത്ത് ഞാൻ അതിന്റെ സൈഡിലിരിക്കും. എവിടെ? അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും. ഞാൻ കേട്ടൊന്നുമില്ല. ഞാൻ ആ കുഷനിലിരിക്കും. ദില്ലു താഴെ ചമ്മളം മടഞ്ഞിരുന്ന് കേൾക്കും. 10 ഭാര്യമാര് കാണും, അതിലൊരെണ്ണം അവിടെ വല്ലം പോയി ഇരിക്കും. എന്റെ പട്ടി വരും 10 ഭാര്യമാരുടെ ഒരാളാവാൻ. പിന്നെ എന്തെന്നറിയോ, ഞാനിവിടെ ഇരിക്കുമ്പോ ആ വിൻഡോയിൽ നിന്ന് ഒളിഞ്ഞു നോക്കാം. ആർക്ക്? പെണ്ണുങ്ങളൊക്കെ അന്ന് ഇവിടെ കേട്ടില്ലല്ലോ, അതിനാണ് ഈ ചെറിയ വിൻഡോസ്. ഓർമ്മയില്ല നമ്മള് രാജസ്ഥാനി പോകുമ്പോ അവര് പറഞ്ഞത്, ആ വിൻഡോസിൽ കൂടെ നോക്കുക. അത്രയും ഭാര്യമാര് വേണോ? അത്രയും ഭാര്യമാര് വേണോ? ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. 10-12 ഒക്കെ ഒരെണ്ണം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. 10 ഇനി കെട്ടിട്ട് വേണോ അല്ലേ? വേണോ അല്ലേ 10? ഇവിടെ ഒരു ചെറിയ മ്യൂസിയം പോലെയുണ്ട്. മ്യൂസിയം അല്ല, പോർട്രേറ്റ് പോലെയുണ്ട്. ഇവിടെ ആക്ച്വലി കാറിന്റെ മ്യൂസിയം ഉണ്ട്. അതെനിക്കൊന്ന് തപ്പണം എന്നുണ്ട്. സോ അതിന്റെ കുറച്ച് ഹിസ്റ്ററീസും എല്ലാം ഉണ്ട്. പക്ഷെ എന്നാൽ ഈ റൂംസിന്റെ ഒക്കെ ഭംഗിയുണ്ടല്ലോ, ഇവന്റെ ഇങ്ങനത്തെ ജനലിന്റെ വർക്കും കൊത്തുപണികളും എല്ലാം. ആൻഡ് ഇറ്റ് വാസ് റീസ്റ്റോർഡ് കേട്ടോ. ഇതിന് എന്തൊക്കെയോ കുറെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് വെരി വെൽ റീസ്റ്റോർഡ്. അതെനിക്കൊന്നൊരു ഇംഗ്ലീഷുകാരാ ചെയ്തതെന്ന് തോന്നുന്നു. നല്ല റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓരോ റൂമിൽ പോകുമ്പോൾ നമുക്ക് വർക്കിനും വ്യത്യാസം വരുന്നുണ്ട്. ഇവിടുത്തെ സീലിംഗ്സിന്റെ ലുക്ക് കണ്ട ടോട്ടലി വേറെ ലുക്കാണ്. ശരിക്കും അന്നത്തെ ആർക്കിടെക്ചറും ഇന്നത്തെ ആർക്കിടെക്ചറും തമ്മിൽ എന്തൊരു വ്യത്യാസം അല്ലേ? ഒരു 100 years ബാക്ക് എവറിത്തിങ് യൂസ് ടു ബി എസ്തെറ്റിക്. ഇന്ന് ജസ്റ്റ് ഫോർ ഫങ്ഷനാലിറ്റി ആണ്. അന്ന് എസ്തെറ്റിക്സ് ലൈക്ക് എന്താ, ഈ വെള്ളം ഒലിച്ചു വന്ന പൈപ്പ് വരെ അല്ലെങ്കിൽ സ്യൂവറിന്റെ നമ്മുടെ ഈ കാനയുടെ കവേഴ്സ് വരെ ഭയങ്കര ഭംഗിയായിരുന്നു. കാലം കൊണ്ടുവരും നമ്മൾ സാധാരണ അത് ബെറ്റർ ആവാനല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ബിക്കേം വേഴ്സ്. എന്റെ മുഖച്ചായുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കിക്കേ. എനിക്ക് ഇവിടെ വരുമ്പോ എന്തോ ഒരു ഉൾവിളി. പിന്നെ മൺചിത്രത്താഴ് പോലെയാണ്. ചായ ഉണ്ട് കുറച്ച്. ആ മീശ കറക്റ്റ് തില്ലുണ്ട്. ഇടയ്ക്ക് തെലുഗുലൊക്കെ സംസാരിക്കും കേട്ടോ. ഇവിടെ വന്നപ്പോ എന്തോ ഒരു രാത്രിയാവുമ്പോ നാഗവല്ലി കയറുന്നപ്പോ ഒരു പടി വെച്ച് കൊട വെച്ച് നടക്കുവോ റൂമില്? ഒന്നും പറയാൻ പറ്റില്ല. ഏമണ്ടി എന്നൊക്കെ പറഞ്ഞു. ഏമണ്ടി ചെപ്പണ്ടി എന്റെ അടുത്ത്. വേദം ഉണ്ടോ നോക്കൂ. ഇതൊക്കെ പിള്ളേരാണ്. ക്ലാസ് ആയിരുന്നു അല്ലേ? ഇന്നാണ് ഇങ്ങനത്തെ കോലത്തിലൊക്കെ നടക്കാൻ തുടങ്ങിയിരിക്കുന്ന ആൾക്കാര്. പിന്നെ ഇങ്ങനൊക്കെ നടക്കണോ? ഇതായിരുന്നു ക്ലാസ്. ആയിരുന്നു അന്നത്തെ റോയൽ കോർട്ട്യാർഡ് ആയിട്ട്.
റോയൽ അവർ ആ ത്രോണിലിരുന്ന് ഇതുപോലെ എല്ലാരെയും അഡ്രസ് ചെയ്യും. ഇതാണ് ആ ത്രോൺ. അതാണ് ആ ത്രോൺ. റോയൽ ഡൈനിങ് ഒക്കെ നോക്ക്, ഇത് 1933 ആയിട്ടാ. സോ അന്നത്തെ കാലത്തെ റോയൽ ഡൈനിങ്, ഇംഗ്ലീഷുകാരും നമ്മുടെ ആൾക്കാരും എല്ലാം കൂടെ ഇരുന്ന റോയൽ ഡൈനിങ് ഹാൾ, ഒരു ബാങ്ക്വെറ്റ് പോലെ ഒക്കെ ആയുധങ്ങളാണ് അന്നത്തെ കാലത്തൊക്കെ ഉപയോഗിച്ച ആയുധങ്ങൾ. പക്ഷെ ഇതിനെക്കാട്ടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും, ഇതൊക്കെ നോക്ക്, എന്തായാലും വെൽ പ്രിസർവ്ഡ് ആണ്. ഇത് അവരുടെ വാറിന് ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഇവരുടെ രാജാവിന്റെ ഡ്രസ്സാണ്. ഗൺസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഗൺസിനെ കാട്ടി കൂടുതൽ എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് സ്വാഡ്സ് ആയിരുന്നല്ലോ. സോ അതിന്റെ കളക്ഷൻ ആണ് കൂടുതലുള്ളത്. ഇതൊക്കെ വെച്ചിരിക്കുന്ന നോക്ക്, എന്ത് രസമായിട്ടാണ്. സ്പിയേഴ്സ്, സ്വാഡ്സ്, അടിപൊളിയായിട്ടില്ലേ. ഇവരുടെ ഡ്രസ്സും കൂടെ ഉണ്ട്. ഒക്കെ 18th century സ്വാഡ്സ് ആണ്. പക്ഷെ ഈ ഷീൽഡില് ലെതർ വെച്ചാണ് അവർ കവർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മേക്സ് ഇറ്റ് വെരി സ്പെഷ്യൽ. ആൻഡ് ഗോൾഡിന്റെ വർക്കും ഉണ്ട് ഈ സ്വാഡ്സിലൊക്കെ. ഇത് 18th century, ഇറ്റ്സ് ലൈക്ക് 200-300 years old. ആൻഡ് ഇതെന്താ പറയുക, അംബ്രല്ല ഷേപ്പിലാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അംബ്രല്ലയുടെ രീതിയിലായിരിക്കും അവരുടെ പിടിയൊക്കെ വന്നിരിക്കുന്നത്. വിച്ച് ഷോസ് ദാറ്റ് അതിന് റോയൽ വെപ്പൺ ആണ്. സാധാരണ സോൾജേഴ്സിന് അല്ല, റോയൽ ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ വെപ്പൺസ് ആണ് ഇങ്ങനത്തെ പിടി വരുന്നത്, ഈ അംബ്രല്ല ഹോൾഡ് എന്ന് പറഞ്ഞു വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി വിചാരിച്ചു രാജാവിന്റെ ഡ്രസ്സിന്റെ ഭാഗമാണ്. ഇത് ഇവരുടെ സിമ്പിൾ ആണ്. ഇവരുടെ പ്രൊസഷൻസും മാർച്ചസും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ഫിഷ് ഹെഡ് ആയിട്ട് ഉള്ള ഈ ഒരു പോളിൽ തന്നെ ഇവരുടെ റോയൽ കളേഴ്സും റോയൽ ക്ലോത്തിങ് വെച്ച് കൊണ്ടുപോകും. ആർമി പോകുമ്പോ ഫ്രണ്ട് കൂടി പോലെ ഓൾമോസ്റ്റ്. മേളിലാണ് പ്രിയയുടെ സാധനങ്ങള്, പാത്രങ്ങള്. ഒന്നും പറ്റിയിട്ടില്ല ഇത്രയും കാലമായിട്ട്. മെയിൻറ്റെയിൻ ചെയ്താലും പോലും ഇങ്ങനെ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ ഇവരുടെ ഫേർണിച്ചേഴ്സ് അന്നത്തെ കാലത്ത് എന്തൊരു വർക്ക് അല്ലേ. നോക്ക്, രാജാവിനെ പോലെ തന്നെ. അതെ, കണ്ട അല്ലേ, ടേബിളിന്റെ അറ്റങ്ങളും എവറിത്തിങ് സോ റോയൽ. ഇതാണ് റോയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പ്രിയക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? 200 വർഷമായത്. നോക്ക്, അടുത്ത് വേണ്ട, അത് വായിക്കരുത്. തീ വരുന്ന സാധനം വാഷ് ബേസിന. ഇത്ര ആയിട്ടില്ലോ. കുനിയാൻ പറ്റില്ലല്ലോ രാജാവിന്. കുനിയേണ്ട ആവശ്യമില്ലല്ലോ, നിന്ന് കഴുകാൻ. നിസാമിന്റെ വാഷ് ബേസിന് 1911 അപ്പത്തെ നിസാമിന്റെ 7th അറ്റയർ ആയിരുന്നു. അപ്പോഴേക്ക് ഒരു ഇംഗ്ലീഷ് ലുക്ക് ഒക്കെ വന്നു തുടങ്ങിയല്ലോ, വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോയി തുടങ്ങി. അതിന്റെ ഷൂസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, അത്രയും വർഷത്തെ ഷൂസ് ഉപയോഗിക്കാതെ വെച്ചിട്ട് പോലും ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട്. രാജാവിന്റെ നിസാമിന്റെ 1911 ദാറ്റ്സ് ലൈക്ക് 150 ഇയേഴ്സിന് മുകളിലായി. കുട്ടിയുടെ ഡ്രസ്സ് നോക്ക് പ്രിയ, ഇത് അന്നത്തെ കുട്ടികളുടെ ഡ്രസ്സ്, റോയൽ ഡ്രസ്. അതുപോലെ തന്നെ വുമൻസ് ജാക്കറ്റ് ആണോ? അപ്പൊ അന്നത്തെ പെണ്ണുങ്ങൾ ഇത്രേ ഉള്ളൂ? അല്ല, കുട്ടിയുടെ വുമൻസ് ജാക്കറ്റ് ആയിരിക്കും. അല്ല, വലിയവരുടെ തന്നെയാ. ഇത്ര ചെറിയ സൈസോ? അന്നത്തെ സൈസ് അത്രയൊക്കെ കാണുള്ളൂ. പെൺകുട്ടികളുടെ ജാക്കറ്റാ. അതുപോലെ തന്നെ ഷൂസും നോക്ക്, ഈ ഷൂസ് നോക്ക് പറയാ, എന്താ അല്ലേ, എന്തോരം വർക്കാണ് എല്ലാത്തിലും. ഹൗ മച്ച് ടൈം ദേ വുഡ് ഇൻവെസ്റ്റഡ് ഇൻ ഓൾ ദിസ് ആൻഡ് ക്വാളിറ്റി മെറ്റീരിയൽസ്. ഒരു മാസം 2 മാസം ഒക്കെ ഇടാൻ പറ്റിയ ചെരുപ്പ് തന്നെ. അന്നത്തെ ചിൽഡ്രന്റെ റോയൽ സീറ്റിംഗ് ഏരിയ, അവരുടെ ഡ്രസ്സ് ചുളുങ്ങാതിരിക്കാൻ രീതിയിലുള്ള തൂക്കിയിടാനുള്ള സ്റ്റാൻഡ്. പാലസ് ഹൈലൈറ്റ്, ഇത് കുറച്ച് പെയിന്റിങ്സ് ആണ്, പക്ഷെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓരോ റൂമിലെ സീലിംഗ്സിന്റെ വർക്കാണ്. ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. പക്ഷെ ഇറ്റ്സ് റിയലി ഹ്യൂജ് അല്ലേ, ഭയങ്കര ഹ്യൂജാണ്. നമ്മൾ കുറച്ച് ഏരിയയിലെ കാണിക്കുന്നുള്ളൂ അവര്. എന്നിട്ട് തന്നെ ഹോൾ ഓഫ് ഹെറിറ്റേജ് ക്രോക്കറി. ഇന്നത്തെ കാലത്ത് ആനേനെ ഹണ്ട് ചെയ്തിട്ടിരിക്കുന്ന രാജാവ് എന്ന് പറയുന്നത്. അതെ, ഇതാണ് ആഴ്ച പൊട്ടിപ്പൊളിഞ്ഞ ക്രോക്കറീസ് ഒക്കെ ആയിരിക്കും. ഇത് അതൊന്നും അല്ല കേട്ടോ സംഭവം. ഇതില് നമുക്ക് നോക്കാം ഏതൊക്കെ വർഷത്തെയാണ്. ഇത് 1955, സോ ഓൾമോസ്റ്റ് 75-80 ഇയേഴ്സ് ആയിട്ടുള്ള ക്രോക്കറീസ് ഇരിക്കുന്ന നോക്ക്. ഒരു പൊട്ടലും സ്ക്രാച്ചും ഇല്ലാതെ. അത് ഉപയോഗിക്കുന്നില്ലല്ലോ. എന്നാലും ക്വാളിറ്റി കാണണ്ടല്ലോ. എന്തോന്നിരിക്കുന്നതെന്ന് അറിയോ? ഇംഗ്ലണ്ടിൽ നിന്ന്. അത് കണ്ടറിയാം, ഇങ്ങനത്തെ ഇംഗ്ലണ്ടിലുള്ള പ്ലേറ്റ്സ്. അതിന്റെ ആ റെഡും വൈറ്റ് ഒക്കെ കണ്ടോ? അതൊക്കെ ഇംഗ്ലണ്ടിൽ കിട്ടുന്ന ഇംഗ്ലണ്ട് കളക്ഷൻസ് ആണ്. അന്നത്തെ കളക്ഷൻസിന് വരെ ഓരോ പേരുണ്ടായിരുന്നു. ഇതിന്റെ പേര് ഫോക്സ് ആൻഡ് എ ലയൺ.
ഇന്നത്തെ ലിമിറ്റഡ് എഡിഷൻ കളക്ഷൻസ് ഒക്കെ പറയുന്ന പോലെ എല്ലാം പോർസലീൻ തന്നെയാണ്. ഇംപീരിയൽ പോർസലീൻ, ദാറ്റ്സ് ലൈക്ക് ഫ്രം ചൈന. അറിയോ? ചൈന, ഇത് ജപ്പാൻ. ഓ, അപ്പൊ ഓരോ കൺട്രിന്നാണോ? ആ, ഗിഫ്റ്റ് കിട്ടുന്നതും കൊണ്ടുവരുന്നൊക്കെ ആയിരിക്കും. ഓ, പണ്ടും ഇപ്പൊ ഡിന്നർ സെറ്റ് ഒക്കെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അന്നും ഇന്നും മാറിയിട്ടില്ല, അല്ലേ? അതുപോലെ തന്നെ ഉപയോഗിക്കത്തുമില്ല. നമുക്കും ഇതുപോലെ ഒരു ഗ്ലാസ് ഇട്ട് കല്യാണത്തിന് കിട്ടിയതുണ്ട്. എത്ര എണ്ണം ഇരിപ്പുണ്ട്. തുറന്നിട്ടില്ല കേട്ടോ. ഗ്ലാസ് ഇട്ട് ഒരു പാലസിൽ നമുക്കൊരു മ്യൂസിയം ആക്കാം. ഇതൊക്കെ ആയിരിക്കും ബിരിയാണി സെർവ് ചെയ്ത് പ്രിയ. ഇത് തുറക്കുമ്പോ ബിരിയാണിയുടെ മണം വരുന്ന ആലോചിച്ചു നോക്ക്. ഞാൻ ആലോചിക്കണേ ഇത് കഴുകാൻ പെടുന്ന പാടാ. നല്ല ഹെവി ആയിരിക്കും ഒന്നാമത്. സോപ്പും കൂടെ ഇടുമ്പോ കൈ വഴുക്കും. പൊട്ടാനും പാടൂല. രാജാവല്ലേ കണ്ട, എനിക്ക് ഒന്ന് സെർവന്റ് പൊട്ടിച്ചിട്ടുണ്ട്. ഇതാ സൈഡില് നോക്ക്, ഒരു ഓട്ടം പൊട്ടിയിട്ടുണ്ട്. കണ്ട, ഇവിടെ ഇരുന്നപ്പോഴേ എനിക്ക് നൊസ്റ്റു അടിച്ചു. നൊസ്റ്റു എങ്ങനെ? പണ്ടെങ്ങാണ്ടു ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. രാജാവ് എനിക്കാണ് ഉൾവെളി വന്നിരിക്കുന്നത്. ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഫീൽ ഇപ്പൊ ഞാൻ പറഞ്ഞോണ്ട് എന്തെങ്കിലും പറയണല്ലോ. തൊടുമ്പോഴൊക്കെ മ്യൂസിക് ഒക്കെ കേൾക്കുന്നു. കേൾക്കുന്നു. വിൻഡോസ് എന്ത് രസമല്ലേ പോട്ടിയായിട്ട്. ഈ ഒരു വിൻഡോയ്ക്ക് തന്നെ നമ്മുടെ പ്രിയയുടെ സൈസ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്ക്. അന്നത്തെ എയർ കയറാനൊക്കെ ആയിരിക്കും. ഇവിടെ നോക്കിയ ഭംഗിയുണ്ട്. അകത്തൂടെ വാ, അകത്തൂടെ വാ നോക്ക്. ഓ, എന്തൊരു വ്യൂ അല്ലേ. ഇൻസ്റ്റലേഷൻ വെച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായി അവരിത് വേണ്ട ഒരു അൽമാര ഇത്രയും വേണം. ഇങ്ങനത്തെ ഒരു 5-6 നമുക്ക് കിട്ടിയാൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു. ഇതിന്ന് ഇറങ്ങിയില്ലേ, ഇത് വെറും ഇതിലുള്ള ഒരു പാലസ്. ചൗമ പാലസ് പോലെ പേര് പോലെ തന്നെ 4 പാലസസ് ആണ് ഈ പാലസ് കോംപ്ലക്സിന്റെ അകത്ത്. എന്റെ ദൈവമേ, അതിലെല്ലാം ഓപ്പൺ ആണോന്ന് അറിയില്ല, പക്ഷെ ഇത് അതിലൊരെണ്ണം. ജീവിക്കണേ ഇങ്ങനെ ജീവിക്കണം. അതെ, ഇതിന്റെ അകത്തൂടെ നടന്നു വരുമ്പോ തന്നെ എക്സസൈസ് ആയി. അതെ അല്ലേ? നോക്ക് പറയാ, എവിടെ വരെയാ വർക്ക് പോന്നേ നോക്ക്. അവിടെ നിന്ന് ഇവിടെ വരെ വർക്കാണ്. ഇവിടെ കൂടെ അന്നത്തെ കാലത്ത് നടന്ന് വെറുതെ ഒരു മണി അടിക്കുമ്പോ തന്നെ കോഫിയും ചായയും വന്ന് രാത്രി മസാജും കുതിരയിലായിരിക്കും നടക്കുന്നത്. അതിന്റെ അകത്ത് അല്ലേ? ബാക്ക് വ്യൂ ആണെങ്കിലും അടിപൊളി. എന്റെ മുകളിലൊക്കെ എന്ത് രസമായിരിക്കും. അന്നത്തെ കാലത്ത് ഫുൾ നമുക്ക് ആ ഹൈദരാബാദ് ആ ഒരു ഏരിയ കാണാൻ പറ്റുമായിരിക്കും. രാത്രിയോ ഫുൾ മറ്റേ തീപ്പന്തമൊക്കെ വെച്ച്. ബാക്കിയുള്ള പാലസസ്, ഇത് 10th മഹൽ, അങ്ങനെ 4 മെഹൽസ് ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും നമുക്ക് എൻട്രൻസ് ഇല്ല. ഇവിടെ അഫ്താബ് മെഹൽ കണ്ട, ഇതൊക്കെ പാലസസ് ആണ്. പക്ഷെ നമുക്ക് ഒരു സ്ഥലം കാണാനുണ്ട് ഇവിടെ, അത് ഞാൻ കാണിച്ചു തരാം. അടുത്ത പാലസിലേക്കുള്ള എൻട്രിയാണ്, പക്ഷെ കയറാൻ പറ്റില്ല. അകത്ത് പണി നടക്കുവാണ്. എന്തൊരു ഇതല്ലേ, ഐക്കോണിക്. രാജമൗലി സിനിമ പോലെ ഉണ്ട്. ബേർഡ്സ് പറക്കുന്നു, പ്രാവുകൾ ഇരിക്കുന്നു, നല്ല കാറ്റ്. കുറച്ചും കൂടെ ഗോൾഡൻ വർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് കൂടുതൽ. ആൻഡ് ഇത് അവരുടെ വേറെ ഒരു മെയിൻ പാലസ് തന്നെയാണ്. കണ്ട, പ്രോപ്പർ ഫങ്ഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. മുകളിൽ എനിക്കൊന്ന് ഇവിടെ ആയിരിക്കും ചിലപ്പോൾ താമസം ആൾക്കാരുടെ, അങ്ങനത്തെ ഒരു രീതിയാണ് ആക്ച്വലി താമസിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് അതിനുള്ള ഫേർണിച്ചിങ്ങും സോഫ സെറ്റ്സും എല്ലാം ഒബ്വിയസ്ലി അന്നത്തെ ലേഔട്ട് ഇന്നത്തെ ലേഔട്ടൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ ഇത് ആക്ച്വലി താമസിച്ചുകൊണ്ടിരുന്നതാണ്. മുകളിൽ ബെഡ്റൂംസും അടിയിൽ റോയൽ ആയിട്ടുള്ളവരുടെ മീറ്റിംഗ് ഏരിയാസ് ഒക്കെ. ഇവർ താമസിക്കുന്ന പാലസിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എപ്പിക്കല്ലേ ഇതൊക്കെ നമുക്ക്. ആൻഡ് ഓൾ ദ പാലസസ് ആർ അലൈൻഡ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. എല്ലാം സ്ട്രേറ്റ് ലൈനിലാണ്. പാലസിന് എൻഡ് വരെ എന്തായാലും വരിക, കാരണം വിൻറ്റേജ് കാർ കളക്ഷൻസ് ഉണ്ട് നിസാംസിൻ്റെ. റോൾസ് റോയ്സ് ഗോസ്റ്റ് 1912. ഓ, എന്തൊരു സൈസ്. ഇത് നേരിട്ട് കണ്ടാൽ എനിക്ക് സൈസ് മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മുടെ ഒരു ഓൾമോസ്റ്റ് ഒരു 1.5 ഇന്നോവയുടെ ലെങ്ത്ത് കാണും ഇതിന്. ഹൈറ്റ് പിന്നെ പറയണ്ട, ഭയങ്കര ഹൈറ്റ് ആയിരിക്കും. ഇതൊക്കെ റോൾസ് റോയ്സ് കാറാണ്. അകത്തെ ലക്ഷറി ഇവിടുന്ന് തന്നെ കണ്ടിട്ട് തന്നെ നമുക്കത് എന്താ പറയുന്നത്, അതിലൊന്ന് കയറി ഇരിക്കാൻ തോന്നുന്നുണ്ട്. കംഫർട്ടൊന്നും കാണില്ല, കാരണം ഷോക്ക് അബ്സർവേഴ്സ് ഒന്നും കാണില്ല. പക്ഷെ ലക്ഷറി അകത്തൊക്കെ നമുക്ക് സോഫ സെറ്റ് പോലെയാണ്. അത് മര്യാദയ്ക്ക് എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഫോർഡിൻ്റെ ടൂറർ എന്ന് പറയുന്ന മോഡൽ 1934 റിഫ്ലക്ഷൻ വരുന്നത്. അടുത്ത് വെച്ചാലേ നല്ല രീതിയിൽ മനസ്സിലാവുള്ളൂ. ഇത് ഫോർഡ്, ഇത് ഫിയറ്റ്. പണ്ടത്തെ വണ്ടികളൊക്കെ എന്തൊരു സൈസായിരുന്നു. ഇപ്പോഴാണ് എനിക്കൊന്ന് ചെറുതായി വരുന്നത് വണ്ടികളൊക്കെ. എന്തൊരു നീട്ടവും പൊക്കവും അറിയും വണ്ടികൾക്കൊക്കെ. 1952 ആയപ്പോൾ ഇത് ബ്രാൻഡ് പാക്കേർഡ് എന്ന് പറയുന്ന വണ്ടി, എനിക്കറിയില്ല പാക്കേർഡ്.
ടൂറിങ് ലോങ് ഡിസ്റ്റൻസ് പോകാനുള്ള വണ്ടിയുണ്ട്. ഇതൊക്കെ കുറച്ചും കൂടെ മോഡേൺ ആയി തുടങ്ങി. ഇത് ബൂയിക്, ഒരു അമേരിക്കൻ ബ്രാൻഡാണ്. കൂപ്പേ കൺവേർട്ടബിൾ. നല്ല വണ്ടിപ്രാന്തനായിരുന്നു തോന്നുന്നു ഇവിടുത്തെ നിസാം. എന്തൊരു നീട്ടമൊന്നും ഉണ്ടോ. അതിനിത് പിന്നെ ഒരു പഴയത് വോൾസെലി. ഇതും ആ ഒരു പഴയ കാലത്തെ ഫുട്ബോളൊക്കെ ഉണ്ട് ചവിട്ടി കയറാനായിട്ട്. നമ്മുടെ ബൈക്കും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ രാജാവിന്. ബൈക്കൊരു 4 ടൈപ്പ് ബൈക്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഷോലയിൽ കണ്ട ബൈക്ക് പോലെ ഇല്ലേ. മോഡേൺ കാലത്തേക്ക് വന്നപ്പോഴുള്ള കുറച്ച് ജീപ്സും അതുപോലെ തന്നെ ആ കാറിൻ്റെ ഫ്രണ്ടിൽ പോയി നോക്കണം. അല്ല കോണ്ടസ പോലെ ഉണ്ടല്ലോ അത്. അതുപോലെ ഹോസ് ക്യാരേജസും ഉണ്ട്. ഇത് നിസാൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇതായിരിക്കും എനിക്ക് തോന്നുന്നത് രാജാവ് ലാസ്റ്റ് വാങ്ങിയ മോഡേൺ വണ്ടി. അപ്പം തിരിച്ച് നമ്മൾ എൻട്രൻസിലേക്ക് തന്നെ പോവാണ്. ഇത്രയാണ് നമുക്ക് കാണാനുള്ള ഒരു 2 hours നമുക്ക് റിലാക്സായി വായിച്ച് 2 to 3 hours ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇറ്റ്സ് ലൈക്ക് മേ ബി എ ഹിഡൻ ജെം ഓഫ് ഇന്ത്യ എന്ന് തന്നെ പറയാം. സച്ച് എ വെൽ പ്രിസർവ്ഡ് പാലസ്. കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ കാണാൻ പറ്റുന്നത് ഇറ്റ്സ് റിയലി വെൽ മെയിൻറ്റെയിൻ. നമുക്കൊരു അന്നത്തെ നിസാംസിൻ്റെ ലൈഫ് നമുക്ക് എന്തായാലും ഒന്ന് ഒരു ഐഡിയ കിട്ടും. അവരുടെ ഗ്രാൻഡിയറും അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഇറ്റ് ഇസ് ദെയർ ഇൻ ജയ്പൂർ ആൻഡ് ഉദയ്പൂർ ഭാഗത്തുള്ളത്. അതിനൊക്കെ കാട്ടി ടോട്ടലി ഡിഫറെൻ്റ് ആണ് നമ്മുടെ കേരളത്തിൽ. പക്ഷേ കേരളത്തിൽ എനിക്കൊന്ന് ഹിൽ പാലസ് മ്യൂസിയവും ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയാലും ഇത്രയും ഒന്നും അവിടെ ഇല്ല. പിന്നെ ഈ ഒരു സ്കെയിലും ഇല്ലല്ലോ. സോ എന്തായാലും ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ ചൗമാർ പാലസ് എന്തായാലും കാണുക. തോന്നുന്നു ഇതാണ് ആ ക്ലോക്ക് ടവർ എന്നുള്ളത്. കാരണം വേറെ ക്ലോക്ക് ടവർ ഒന്നും കണ്ടില്ല. എൻ്റെ ടൈമിംഗ് ഓസ് ഓൾസോ കറി. അപ്പോൾ ഇതാന്ന് തോന്നുന്നു ആ 250-year-old ക്ലോക്ക് ടവർ. സോ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി ഇപ്പോൾ കഴിക്കാൻ മൂടില്ല. പിന്നെ നമ്മൾ ചാർമിനാർ എന്തായാലും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷാർദാബ് ബിരിയാണിയൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടുത്തെ മിലൻ ഫുഡ്സ് ഉണ്ട്. 2 സാധനങ്ങളുണ്ട് ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഹോട്ടലിൽ അടുത്ത് തന്നെ പോകാൻ. കാരണം ഭയങ്കര ബ്ലോക്ക് വൈകുന്നേരമായ. പക്ഷേ അതിൻ്റെ അടുത്താണ് ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ കഫേ ആയിട്ടുള്ളത്. സോ കോഫിയും കുടിക്കാം, നല്ല ഫുഡും നോക്കാം. ആൻഡ് ഹൈദരാബാദിൽ എല്ലാവരും ഞാൻ വന്നപ്പോൾ കണ്ടിന്യൂസ്ലി പറഞ്ഞൊരു കഫേ ഈ ഒരു കഫേയാണ്. സോ അവിടെ പോയി നമുക്ക് നല്ല ഭക്ഷണവും നല്ല കോഫിയും ഇതുപോലെ തന്നെ നല്ല എസ്തെറ്റിക്സും ഉള്ള ഒരു സ്ഥലമാണ് ഇത്. ഒരു സ്ഥലത്തേക്ക് എത്താൻ പെടുന്ന പാടെ ഇതാണ് റോസ്റ്റ് എന്ന് പറയുന്നത്. എനിക്കൊന്ന് ഇപ്പോൾ ഹൈദരാബാദിലെ ഏറ്റവും ട്രെൻഡിങ് പ്ലേസിൽ ഒന്നായിരിക്കും. സോ എന്താണ് ഇത്രയും ട്രെൻഡിങ് എന്നുള്ളതെന്ന് പോയി നോക്കാമല്ലോ. ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നത്. വെറും ഫുഡ് കഴിക്കുന്നത് മാത്രമല്ല, ഇറ്റ്സ് ലൈക്ക് എൻ എക്സ്പീരിയൻസ് ആണ് കേട്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് സൂപ്പർ ക്രൗഡഡ് ആൻഡ് പാക്ഡ്. പക്ഷേ ഭയങ്കര വലുതുമാണ്. തന്നെ ഇവിടെ നമുക്ക് സ്റ്റണ്ട് ആവുന്ന ഇവരുടെ സ്ലീപ്പിംഗ് കപ്പാസിറ്റിയാണ്. ഹ്യൂജ് സ്പേസ് ആണ്. നമുക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടുമെന്ന് പോയി നോക്കട്ടെ. ഇതിന്റെ സ്ഥലമുണ്ട് ടൈരിക്കാനായിട്ട്. ഓ മൈ ഗോഡ്, എന്തൊരു സ്പേസാ. ഇതുപോലെ വെളിയിൽ സ്ഥലമുണ്ട്, അകത്തുണ്ട്. എന്താ ചെയ്യണ്ട ഫേമസ് അല്ലേ? ചൈനയിലെ കണ്ടിട്ടുണ്ട്. ഗ്ലാസ് ഫ്രോസൺ ആയിരിക്കും. അതിനാണ് ഡേർട്ടി കോഫി എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾസോ ക്വൈറ്റ് ഫേമസ്. ലുക്ക് അറ്റ് ദ ഡിസേർട്ട്സ്. ലബൂബുവിൻ്റെ വരെ ചോക്ലേറ്റ്സ് ഇവിടെ ഇരിക്കുന്നത്. എന്തൊരു ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഒക്കെ കണ്ടിട്ട്. ഇതിലെ ടീ കേക്ക്സ്, മാർബിൾ ടീ കേക്ക്. ഇപ്പോൾ ഹൈദരാബാദിന്റെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ. അത് ഷുഗർ ഫ്രീ, മറ്റേ ചീസ് കേക്ക്, ടാർട്സ്, ബ്ലൂബെറി കേക്ക്സ് ആൻഡ് ദ ചോക്ലേറ്റ്സ് just keep on coming. Not eclairs, cocoa pod. It's all for 50-500 ആണ് ഒരു പീസ്. ബട്ട് സ്റ്റിൽ ഓ മൈ ഗോഡ്, ലവ്, വാട്ട് എ നെയിം അല്ലേ. അങ്ങനെ കിടക്കും. അതെ, പിസ്താഷ്യോന്റെ ചോക്ലേറ്റ്സിനാണ് കൂടുതലുള്ളത്. ആൻഡ് ദെൻ അമേസിംഗ് ഐസ്ക്രീംസ് ഓൾസോ. ബ്ലൂബെറി ചീസ് കേക്ക്, ചോക്ലേറ്റ് ഫാന്റസി, അമേസിംഗ്. ആദ്യമായിട്ടാണ് ടു ജസ്റ്റ് ഷോ ദ ഇൻസൈഡ് ടെക്സ്ചർ ഓഫ് ദ ബ്രെഡ്സ് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതല്ല നമുക്ക് തരുന്നത്, ഒരു ഫുൾ പീസ് ആണ്. ബട്ട് ദിസ് ഇസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ സംതിങ് ലൈക്ക് ദിസ്. വെരി നൈസ്. അത്രയും കോൺഫിഡന്റ് ആയതുകൊണ്ടായിരിക്കും ഇവരുടെ പ്രോഡക്ട്സിൽ. എന്തൊരു ആംബിയൻസ് ആണ്. മൈ ഗോഡ്, ഇറ്റ്സ് സോ മച്ച് ഓഫ് സീറ്റിംഗ് കപ്പാസിറ്റി. ചീസ് ഗാർലിക് ബ്രെഡ്. ബിരിയാണി നാടൻ ഫുഡൊന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇവിടെ വന്നിട്ട് കഫേ പോണം, ഇരിക്കണം, ചില്ല് ചെയ്യണം, എന്നിട്ട് കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് എടുത്തിടണം. എന്നിട്ട് ഇൻസ്റ്റാഗ്രാം തുറന്നാ ഒന്നും കാണത്തില്ല. അതെ, എല്ലാം ഫോണിലുണ്ട്, പുറത്തോട്ടൊന്നും വരുന്നില്ല. എടുത്ത് കഴിച്ചു ഗാർലിക് ബ്രെഡ്. ഈ ബ്രെഡിന്റെ ആള് പ്രിയ കേട്ടാ, ഞാൻ കഴിക്കുന്ന ബ്രെഡ്, ബണ്ണ്, ഇങ്ങനത്തെ ക്രോസോൺസ് എല്ലാം നല്ല അൺഹെൽത്തി സാധനങ്ങൾ കഴിച്ചു.
ഞാനല്ല, സ്വന്തം മറ്റു ഉള്ളിലുള്ള വികാരങ്ങളൊക്കെ ഇപ്പോഴാണ് വെളി വന്നത്. അതാണ് പ്രശ്നം. അടിപൊളിയാണ്. പക്ഷെ എന്റെ ലൈഫിൽ എനിക്ക് വളരെ കുറച്ച് സ്ഥലങ്ങളിലെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് വന്നു കഴിയുമ്പോഴും ഇവരുടെ ഡീറ്റെയിലിങ്ങും ഇവരുടെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നതിന്റെ ഒരു എത്തിക്സ് ഒക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ 100% ഷുവർ ഈ കഫേയിലെ ഫുഡ് ക്വാളിറ്റി വിൽ ഓൾവേസ് ബി എക്സ്ട്രീംലി ഹൈ. ഇത് ഫ്രഷ്ലി ബ്രേക്ക് ബ്രെഡ് ആണ്. ഇത്രയും സൈസ് തോന്നിക്കുമെങ്കിലും ഇറ്റ്സ് ക്വൈറ്റ് സോഫ്റ്റ് യെറ്റ് ക്രിസ്പി ആൻഡ് ഫ്ലേക്കി. ആൻഡ് മേളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടു. ഓവറായിട്ട് ചീസ് ഒന്നും ഇട്ടിട്ടില്ല. ഗാർലിക്കിന്റെയും ബ്രെഡിന്റെയും ഫ്ലേവർ കഴിഞ്ഞിട്ടാണ് ചീസിന്റെ കിട്ടുന്നത്. ചെയ്തിട്ട് കുടിച്ചിട്ട് എന്ത് കോഫിയാന്ന് ഗസ് ചെയ്യും. മിക്സ് ചെയ്യണ്ടേ? അടിയിൽ കോഫി കിടക്കുവോ? ഇതൊക്കെ ഞങ്ങളെ പോലെ ഹൈഫൈ ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്ത് കുടിച്ചിട്ട് എന്ത് കോഫിയാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ദിസ് ഈസ് ആസ് ക്ലോസ് ടു എ വിയറ്റ്നാമീസ് ഐസ് കോഫി ഞാൻ ഇന്ത്യയിൽ കുടിച്ചിരിക്കുന്നത്. എറണാകുളത്ത് കുറച്ച് സ്ഥലത്തൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ആസ് ഗുഡ് ആസ് വൺ യു ഗെറ്റ് ഇൻ വിയറ്റ്നാം. കോഫി സോ സ്ട്രോങ്, ലൈറ്റ്ലി സ്വീറ്റ്, ബട്ട് ആ കോഫിയുടെ ബിറ്റർനെസ് അധികം ഇല്ല. സോ ഗുഡ്, സോ ഗുഡ്. I don't know. It's amazing. എന്താ? വിയറ്റ്നാമീസ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഡൗട്ട് അടിച്ചു. അത് ഇന്ത്യ വിയറ്റ്നാമീസ് അല്ല, ഇത് കോഫിയാ. ഫുഡ് ക്രിട്ടിക് പ്രിയ മോഹൻ. അമ്മ ഉണ്ടാക്കി തരും. അമ്മ കോഫിയില് ബുൾസായിട്ട് തരും. ഇത് കേരള വേർഷൻ എന്ന് പറയും. നോക്കിക്കോ, മമ്മിനോട് പറയട്ടെ ഉണ്ടാക്കി തരാൻ. എന്നിട്ട് ഞാൻ വരും വ്ളോഗ് ചെയ്യാൻ. കോഫി മമ്മി എഗ് കോഫി ഉണ്ടാക്കി തരും. ദില്ലു വന്ന് ജഡ്ജ് ചെയ്യണം. ഇതുപോലെ തന്നെ ഇരിക്കും. ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഏകദേശം ഇതുപോലെ വന്നാൽ മതി. ആ ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ലോ. ചിലപ്പോ കാണാൻ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വരത്തില്ല. യു ഷുഡ് ഹാവ് എഗ് കോഫി ടേസ്റ്റ്. അമ്മയും ഞാനും കൂടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ വിട്ടാൻ പറ്റുമോ? ഒരിക്കലും നടക്കില്ല. കാരണം എന്താ അറിയോ, ഈ വിയറ്റ്നാമീസ് കോഫിയിൽ ഉപയോഗിക്കുന്ന കോഫി ബീൻസ്, കോഫി പൗഡർ വേറെ ഇന്ത്യ കിട്ടില്ല. വിയറ്റ്നാമിലെ കിട്ടും. അല്ല, ഇന്ത്യ ബോംബെ വല്ലതും കിട്ടുമായിരിക്കും. ഈവന്റെ അടുത്ത് പറഞ്ഞ അത് കൊറിയർ ചെയ്യിപ്പിച്ച് ഞാൻ ഞാൻ ഉണ്ടാക്കി ബ്ലോഗ് ചെയ്യല്ലോ. ഞാൻ അപ്പൊ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഞാൻ ടേസ്റ്റ് ഒന്ന് ഓർമ്മ കിട്ടട്ടെ. മനസ്സിലായി? സിപ്പ് മതി എനിക്ക് മനസ്സിലാക്കാൻ. എന്നിട്ടാണ് പറഞ്ഞത്. ഞാൻ കുടിക്കാറില്ലല്ലോ ഹോട്ട്. അതാ മനസ്സിലായല്ലോ. മനസ്സിലായി. പക്ഷെ അതിലെ സെയിം കോഫി തന്നെയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. സെയിം സ്ട്രെങ്ത്തും ആ ഒരു വിയറ്റ്നാമിന്റെ എന്താ പറയാ, നമുക്ക് റെസ്റ്റോറന്റ് ടൈപ്പ് ഓഫ് ടേസ്റ്റ് തരാൻ പറ്റിയില്ലെങ്കിലും ഒന്നില്ലെങ്കിൽ പരേക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കാതിരിക്കുക. അതൊന്നും എനിക്ക് അറിയണ്ട. ഞാൻ പെർഫെക്ഷൻ വേണം ഫുഡില്. ഞാൻ ഓർഡർ ചെയ്തതാണ് ഇവരൊരു ജേർക്ക് ചിക്കൻ ആണ്. ബട്ട് ക്വാണ്ടിറ്റി കണ്ടിട്ട് കുറച്ചേ ഉള്ളൂ. കാരണം 650 rupees. ഇത്രയും റൈസ്, ഇത്രയും വെജിറ്റബിൾ ആൻഡ് കുറച്ച് ചിക്കനേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് ഈവൻ ലൈക്ക് ഒരു ക്വാർട്ടർ ചിക്കൻ അത്രയും പോലും ഇല്ല. ബട്ട് ഐ ഹോപ്പ് അറ്റ്ലീസ്റ്റ് ഇറ്റ് ടേസ്റ്റ് ഗുഡ്. പ്രസന്റേഷൻ ഒക്കെ അടിപൊളിയാണ്. റൈസ് വെരി നൈസ്. ഭയങ്കര ഫ്ലേവർ ഉണ്ട്. ഒരു ഹേർബ് ബട്ടർ റൈസ് ആണ്. സാധാരണ ഒരു ഉപ്പ് കൂടുതലായിരിക്കും എന്തിന്. ഇത് അങ്ങനത്തെ ഒരു വിഷയമില്ല. എൻ്റെ ചിക്കൻ ഇതൊരു ഡ്രൈ റബ്ബ് പോലെയാണ്. സോസ് അല്ല, മസാല ഇട്ട് റബ്ബ് ചെയ്ത ഒരു ടൈപ്പ് ചിക്കൻ ആണ്. സ്മെൽസ് വെരി സൗത്ത് ഇന്ത്യനിഷ്. ആൻഡ് ഇത് ബോൺലെസ് പീസാണ്. സോ ഇത്രയും ഒരു 4 പീസസ് ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമുക്ക് അതിൻ്റെ സെയിം ഒരു കമ്പാരിറ്റീവ്ലി നമുക്ക് എപ്പോഴും ക്വാണ്ടിറ്റി എന്നൊന്നും പറഞ്ഞ് നടക്കാൻ പറ്റില്ല. ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ്, ദ ചിക്കൻ, ദ മീറ്റ്, ദ കുക്ക്, ഇറ്റ്സ് സോ ഗുഡ്. ഒട്ടും ഡ്രൈ ഔട്ട് ആയിട്ടില്ല. അമേസിങ്. ഇറ്റ്സ് സോ ഗുഡ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രിയക്ക് ഞാൻ തായ് ഗ്രീൻ കറിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. കണ്ടിട്ടും മണം കിട്ടിയിട്ടും തായ്ലൻഡ് ഫ്ലേവർ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ആ ഒരു കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. തായ് ഗ്രീൻ കറിയുടെ ഫ്ലേവർ ഉണ്ടോന്ന് നോക്ക്. അതിന്റെ ടേസ്റ്റ് എനിക്ക് മണം കിട്ടിയാൽ മനസ്സിലാവും. എനിക്ക് മാത്രം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എന്തെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവിടം വരെ മണം കിട്ടുന്നു കോക്കനട്ടിന്റെ. ആണല്ലേ? ഇത്തിരി സ്പൈസിയാണ്.
ആണല്ലേ? ആ റൈസ് കൂടെ മിക്സ് ചെയ്യുമ്പോൾ കുഴപ്പം കാണില്ല. സോ ഡെസേർട്ട് ഒന്നും കഴിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഡയറ്റിലാണ്. ആൻഡ് ഐ എം ട്രൈങ് ടു റെസ്ട്രിക്ട് എവറിത്തിങ് വാട്ട് ഐ ഈറ്റ്. കഴിക്കുമ്പോൾ നല്ല ക്വാളിറ്റി കുറച്ച് സാധനങ്ങൾ കഴിക്കുക. പക്ഷേ ഇന്ന് ഞങ്ങൾ ചെയ്ത ഐറ്റിനറി എനിക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. എൻജോയ് ദ പാലസ്, ഡോണ്ട് ഹറിബറി ആയിട്ട് ചെയ്യാതെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കോഫി ടൈമിൽ വന്ന് കോഫിയും ഡിന്നറൊക്കെ കഴിച്ച് ഒരു സ്ലോ ഡേ അടിപൊളിയായിട്ട് ഉണ്ടായി. രണ്ടും ഹൈലി റെക്കമെൻഡഡ് ആണ്. ഇനി നാളെ വേറൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വ്ളോഗായിട്ട് തന്നെ നമ്മൾ വരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോസ് ആൻഡ് സപ്പോർട്ടിങ് അസ്. നാളെ വേറൊരു വ്ളോഗായിട്ട് വരാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.